നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചുനാൾ വരെ നമ്മൾ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്തിരുന്നത് ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടിയെക്കുറിച്ചാണ്. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ കൂട്ടിയിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ആപത്ത് എന്താണ് എന്ന പലതരത്തിൽ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇപ്പോഴിതാ പുറത്തുനിന്ന് അതായത് ഇൻഡസ്ലാറിൽ നിന്നൊരു അതിഥി സൗരയുധത്തിലൂടെ ഇരച്ചെത്തുന്നതായി നാസയുടെ മുന്നറിയിപ്പ് വരികയാണ്. 31/ അറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന വാൽനക്ഷത്രമാണ് സൗരയുധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി നാസ മുന്നറിയിപ്പ് നൽകുന്നത്. ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലൂടെയാവും ഈ ഇന്റർസ്റ്റെല്ലാർ വാൽനക്ഷത്രം കടന്നുപോവുക എന്നാണ് അനുമാനം. ഇന്റർസ്റ്റെല്ലാർ ബഹിരാകാശത്ത് നിന്നൊരു വാൽനക്ഷത്രം സൗരയുധത്തിലൂടെ കടന്നു വരുന്നതായി നാസയുടെ ചിലയിലുള്ള അറ്റ്ലസ് സർവേ ടെലിസ്കോപ്പ് 2025 ജൂൺ 1 ആദ്യമായി തിരിച്ചറിഞ്ഞത്. 31/ അറ്റ്ലാസ് എന്നാണ് ഈ വാൽനക്ഷത്രത്തിന് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേര്. നിലവിൽ സൂര്യനിൽ നിന്ന് ഏതാണ്ട് 670 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ വാൽനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് നാസ ജൂൺ 3 പുറത്തുവിട്ട ലേഖനത്തിൽ പറയുന്നു. സൗരയുധത്തിലൂടെ സഞ്ചരിക്കുമെങ്കിലും ഈ അതിഥി വാൽനക്ഷത്രം ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്നാണ് നാസയുടെ അനുമാനം. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും 240 ദശലക്ഷം കിലോമീറ്റർ അകലം ഈ വാൽനക്ഷത്രത്തിനുണ്ടാകും എന്ന് കണക്കാക്കുന്നു. ഒക്ടോബർ 30 ഈ വാൽനക്ഷത്രം സൂര്യന്റെ ഏറ്റവും അടുത്തെത്തും. സൂര്യനിൽ നിന്ന് ഏതാണ്ട് 210 ദശലക്ഷം കിലോമീറ്റർ അടുത്തായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലായിരിക്കും 31/ അറ്റ്ലാസ് വാൽനക്ഷത്രം പ്രവേശിക്കുക. ഇന്റർസ്റ്റെല്ലാറിൽ നിന്ന് കുതിച്ചെത്തുന്ന വാൽനക്ഷത്രത്തിന്റെ വലിപ്പവും ഘടനയും ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു വരികയാണ്. സെപ്റ്റംബർ മാസം വരെ ദൂരദർശിനികളിൽ 31/ അറ്റ്ലാസ് വാൽനക്ഷത്രത്തെ കാണാനാകും. അതിനുശേഷം വാൽനക്ഷത്രം സൂര്യന് വളരെ അടുത്തുകൂടെ കടന്നു പോകുന്നതിനാൽ നിരീക്ഷണം അസാധ്യമായിരിക്കും. പിന്നീട് ഡിസംബർ മാസത്തോടെ സൂര്യന്റെ മറുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഈ വാൽനക്ഷത്രത്തെ വീണ്ടും ദൂരദർശിനികളുടെ സഹായത്തോടെ നിരീക്ഷിക്കാനാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. മുമ്പ് ഭൂമിയിൽ ചിഹ്നഗ്രഹം ഇടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുമായി US ബഹിരാകാശ ഏജൻസിയായ നാസ മുമ്പ് വന്നിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് നാസ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ ഇടിക്കാനുള്ള 72% സാധ്യതയുണ്ട് എന്നാണ്. അത് തടയാൻ വേണ്ടത്ര തയ്യാറായേക്കില്ല എന്നും നാസ പറയുകയാണ്. നാസ ഇക്കാര്യം പറയുമ്പോൾ സത്യത്തിൽ ആ ഒരു ഘട്ടത്തിൽ നിരവധി അനവധി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ഭീഷണിയായി മാറുന്ന സഞ്ചരിക്കുന്ന സഞ്ചാരപാത അടക്കമുള്ളവയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത്. എന്തായാലും വിവിധ US സർക്കാർ ഏജൻസികളിൽ നിന്നും അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുമുള്ള 100ഓളം പ്രതിനിധികൾ അന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഭാവിയിൽ കാര്യമായ ചിഹ്നഗ്രഹ ഭീഷണികളൊന്നും ഇല്ലെങ്കിലും ചിഹ്നഗ്രഹ ഭീഷണിയോടെ ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ഭൂമിയുടെ കഴിവ് വിലയിരുത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ എങ്ങനെ നേരിടുമെന്നും ഒരു വലിയ ചിഹ്നഗ്രഹത്തിന്റെ ആഘാതം മനുഷ്യരാശിക്ക് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കാനും തടയാനും നടപടിയെടുക്കാനുമുള്ള സാങ്കേതിക വിദ്യയാണ് പരിശീലിച്ചത് എന്നും നാസ ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസർ എമിറ്റൻസ് ലിജ ജോൺസൺ അന്ന് പറഞ്ഞിരുന്നു. പ്രാരംഭ കണക്കുകൂട്ടലുകളിൽ അനുസരിച്ച് ഭൂമിയിൽ ചിഹ്നഗ്രഹം ഇടിക്കാനുള്ള സാധ്യത 14 വർഷത്തിനിടെ ഏകദേശം 72% എന്നും പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ 2038 ജൂലൈ 12 ഭൂമിയിൽ ചിഹ്നഗ്രഹം കൂട്ടിയിടിക്കാനുള്ള സാധ്യത 72% ആകുമെന്നാണ് വിലയിരുത്തൽ.